السلام عليكم ورحمة الله تعالى وبركاته. النبي إمارة البراء بن عازب رضي الله عنهما قال رسول الله صلى الله عليه وسلم: يا فلان إذا أويت إلى فراشك فقل اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منج منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت فإنك إن مت من ليلتك مت على الفطرة وإن أصبحت أصبت خيرا متفق عليه. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബി ഇമാറത്തൽ ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ തൊട്ടുള്ള ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ ഈ ഹദീസിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: യാ ഫുലാൻ ഇദാ അവൈത ഇലാ ഫിറാശിക, ഓ മനുഷ്യ, നീ വിരിപ്പിലേക്ക് ചായുന്നതായ സമയത്ത്, നമ്മൾ രാത്രി സമയത്ത് കിടന്ന് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതായ സമയത്ത് ഫഖുൽ, നീ പറയണം. നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതായ സാഹചര്യത്തിൽ ഒരുപാട് ഔറാദുകൾ, ദിക്റുകൾ, സൂറത്തുകൾ ഓതുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ പതിവാണ്. അതുപോലെ തന്നെ പ്രത്യേകമായൊരു ദിക്റും കൂടി പറയാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദി അൻസൽത വനബിയികല്ലദി അർസൽത. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. കിടന്നുറങ്ങുന്നതായ സമയത്ത് നമ്മളുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. വവജ്ജഹ്തു വജ്ഹി ഇലൈക, എൻ്റെ മുഖത്തിനെ നിന്നിലേക്ക് ഞാൻ മുന്നിടിക്കുകയാണ്. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യങ്ങളെല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. വഅൽജഅ്തു ളഹരി ഇലൈക, എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചായിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. റഗ്ബത്തൻ, അല്ലാഹ്, നിന്നോടുള്ളതായ വല്ലാത്ത പ്രതീക്ഷയോടെ, വറഹബത്തൻ ഇലൈക, നിന്നോടുള്ളതായ ഭയത്തോടു കൂടിയുമാണ്. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക, നിന്നിൽ നിന്ന് രക്ഷയും അതേപോലെ തന്നെ സംരക്ഷണവുമുള്ളത് നിന്നിൽ നിന്നാണ്. ലാ ഇലൈക, അതേപോലെ തന്നെ രക്ഷയും സംരക്ഷണവും വിജയം നിന്നിലേക്കും അല്ലാതെ ഇല്ല എന്നുള്ളതാണ്. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ ഇറക്കിയിരിക്കുന്നതായി വിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും വനബിയികല്ലദീ അർസൽത, നീ അയച്ചു തന്നിരിക്കുന്നതായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഈ ദിക്റിന്റെ ഒരു അർത്ഥം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫഇന്നക ഇൻ മിത്ത മിൻ ലൈലതിക മിത്ത അലൽ ഫിത്ര, ഇത് പറഞ്ഞുകൊണ്ട് രാത്രി കിടന്നുറങ്ങി ആ രാത്രിയിൽ വല്ലപ്പോഴും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പരിശുദ്ധമാക്കപ്പെടുന്ന ശുദ്ധിയുള്ളതായ രീതിയിലാണ് അദ്ദേഹം മരണപ്പെടുക. അപ്പൊ എല്ലാ രീതിയിൽ നല്ല സംശുദ്ധമായ രീതിയിലുള്ളതായ മരണം സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. വൈൻ അസ്ബഹത അസബ്ത ഖൈറാ, ഇനി നമ്മൾ രാത്രി കടന്നുറങ്ങി ഈ ദിക്റുകളെല്ലാം ചൊല്ലിയിട്ട് കടന്നുറങ്ങി പ്രഭാതത്തിലായി കഴിഞ്ഞാൽ, സുബുഹിയായി കഴിഞ്ഞാൽ നല്ല ശുഭലക്ഷണത്തോടു കൂടിയായിരിക്കും അദ്ദേഹം പ്രഭാതത്തിൽ ഉണരുന്നത് എന്നതാണ് ഇതിൻ്റെ ആശയം. അപ്പൊ ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും നല്ല രീതിയിൽ ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ പ്രത്യേകമായിട്ട് താഴെ
കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ നോക്കി ഇൻഷാ അല്ലാഹ് വായിക്കുകയും മനഃപ്പാഠമാക്കുകയും പതിവാക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു.